ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചിക്കൻ ലോഡഡ് ഫ്രൈസ് ആണ്. ഇങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ സ്റ്റെപ്പ് ആദ്യം കിഴങ്ങ് കൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാണ്. ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കി എടുക്കാം. ചിലവില്ല വീട്ടിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ചിക്കൻ ലോഡഡ് ഫ്രൈസ് ആണ്. അതിനുശേഷം നല്ല ഫ്രൈ ചെയ്തെടുത്ത ശേഷം ആ എണ്ണയിൽ തന്നെ ചിക്കൻ പീസസ് ബോൺലെസ് ചിക്കൻ ചെറിയ പീസാക്കിയത് ഉപ്പും മഞ്ഞളും മുളകും പൊടിയും ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഫ്രൈ ആക്കി വരുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് വൈറ്റ് സോസ് റെഡിയാക്കലാണ്. ഈ 3-4 സ്റ്റെപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ലോഡഡ് ഫ്രൈസ് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. വൈറ്റ് സോസ് റെഡിയാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഒന്നൊന്ന് ജസ്റ്റ് ഓയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ കട്ടായിട്ട് കിടക്കാം. ഇനി അതിലേക്ക് പാല് കുറച്ചായിട്ട് ഒഴിച്ച് തിക്കാക്കി എടുക്കാം. അല്ലാതെ കട്ടി പോകേണ്ട, ചെറിയ ലൂസിൽ ഒരു സോസ് പരുവത്തിലാക്കി എടുക്കാം. അങ്ങനെ കുറച്ച് ഒന്നിച്ച് പാൽ ഒഴിച്ചാൽ കട്ടായി പിടിച്ചിരിക്കും. കുറച്ചായിട്ട് ഒഴിച്ച് തിക്കാക്കി എടുക്കാം. ഏകദേശം ഒരു തിക്നെസ് എത്തിയിട്ടുണ്ട്. ഈ സമയത്തിലേക്ക് കുറച്ച് ഒറിഗാനോ 2 സ്ലൈസ് ബർഗർ ചീസും കൂടിയും ചേർത്ത് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ലോഡഡ് ഫ്രൈസ് സെറ്റ് ചെയ്യാനുള്ള ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് അതിൽ ഫ്രഞ്ച് ഫ്രൈസ് സെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത് എല്ലായിടത്തും ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. എല്ലാം ഒരുപോലെ സെറ്റ് ആക്കി എല്ലായിടത്തും എത്തുന്ന രീതിയിൽ. ശേഷം കുറച്ച് മയോണൈസ്, ഹോം മെയ്ഡ് മയോണൈസാണ്, ചേർത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഒറിഗാനോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് അതിലേക്ക് ലാസ്റ്റ് റെഡിയാക്കി എടുത്ത വൈറ്റ് സോസാണ്. ഒരു പൈപ്പ് ബാഗിലാക്കിയിട്ട് പൈപ്പ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചിക്കൻ ലോഡഡ് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണിത്. ഒന്ന് വെറൈറ്റി മാറ്റി പിടിച്ച് റെഡിയാക്കി എടുക്കാം.